റെസിപ്പി ഒരു കപ്സ ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. ഒരു 3 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 4 ഗ്രാമ്പു, 3 ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്. അത് 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 10-12 കുരുമുളക്. കുരുമുളകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് 2 വലിയ സവാള ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വല്പം കൂടി ചേർക്കാം, ഇതൊക്കെ വഴഞ്ഞു കിട്ടാൻ. സവാള വഴന്ന് വരുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഫ്ലെയിം കുറച്ച് വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കുക. ടൊമാറ്റോ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ ടൊമാറ്റോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഒന്ന് വെന്ത് വരട്ടെ, മൂടി വയ്ക്കുക. ഇതിന് തിളകേറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1200 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുക. ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ വെന്ത് വരണം. ഇതിനായിട്ട് 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കും. ആ സമയം കൊണ്ട് ചോറിനുള്ള അരി റെഡിയാക്കാം. 2 വലിയ കപ്പ് അരി കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് വെന്തിട്ടുണ്ട്. അതിനുശേഷം അതെടുത്ത് മാറ്റണം. ചിക്കൻ എടുത്ത് പാനിൽ നിന്ന് മാറ്റുക. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉണക്ക നാരങ്ങ 2 അരി കഴുകി വെച്ചിരിക്കുന്നത് ഇടുക. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇളക്കി കൊടുക്കുക. 4 കപ്പ് വെള്ളമാണ്. ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കുക. മൂടി വയ്ക്കുക. മുളക് പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി ലേശം, ഉപ്പ് ശകലം. ഓൾറെഡി ചിക്കനകത്ത് ഉപ്പിട്ടതാണ്. ഇത് നന്നായി മിക്സ് ചെയ്യും. ചിക്കൻ ആറിക്കഴിയുമ്പോൾ ചൂടുണ്ട്. വെന്ത ചിക്കൻ ആയതുകൊണ്ട് സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ചിക്കൻ മുളകും കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഫ്രൈ ആകണ്ട, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്വല്പം ബട്ടർ ചിക്കൻ മുരിച്ചെടുക്കാനായിട്ട് ഇടുക. വെന്ത ചിക്കനാണ്. അത് ഒത്തിരി നേരം ഫ്രൈ ചെയ്യണ്ട.
റൈസ് ഏകദേശം വേവായിട്ടുണ്ട്. അതിലേക്കൊരു 4 പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കും. പച്ചമുളക് കീറുമൊന്നും വേണ്ട, അതുപോലെ തന്നെ വെച്ചാൽ മതി. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചിക്കൻ പാനിലിട്ട് വറുത്തെടുത്തതാണ്. ഇത് ചോറിൻ്റെ മേളിലേക്ക് നിരത്തി വെച്ച് സെർവ് ചെയ്യാൻ നല്ലത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്.